ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 915trade.comൻ്റെ ലൈവ് അനാലിസിസ് ആണ്. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ORC ലെവൽ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് ഒന്നും വരാത്ത കാരണമുണ്ട് ആ ഒരു ബ്രേക്കൗട്ട് സ്ട്രോങ് അല്ല. നമുക്ക് സ്ട്രൈക്ക് വൈസ് സെല്ലേഴ്സ് വോളിയൂംസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷൻ റൈറ്റേഴ്സ് ഉള്ളത് 26,200ൻ്റെ സ്ട്രൈക്കിലാണ്. അപ്പോൾ 26,200 ഇപ്പോൾ മാർക്കറ്റിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ആ 26,200 ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും മാർക്കറ്റിന് ഒരു അപ്സൈഡ് മൂവ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് ആ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് മാർക്ക് ചെയ്തേക്കാം. ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത്. ഇനി നമുക്ക് കോൾ ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെയും പുട്ട് ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെയും ആക്ടിവിറ്റീസ് അറിയണമെങ്കിൽ ജസ്റ്റ് അറ്റ് ദ മണിയുള്ള സ്ട്രൈക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ക്യാൻഡിൽസ് ആക്കി മാറ്റാം. ഷോ ക്യാൻഡിൽസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കോൾ ഓപ്ഷൻ റൈറ്റേഴ്സ് ആയാലും പുട്ട് ഓപ്ഷൻ റൈറ്റേഴ്സ് ആയാലും ഇപ്പോൾ സെല്ലിങ്ങിൽ തന്നെയാണ്. നമുക്ക് ആദ്യം ജസ്റ്റ് കോൾ ഓപ്ഷൻ റൈറ്റേഴ്സിന് നോക്കാം. ഒരു കണ്ടിന്യൂസ് ആയിട്ട് സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൾ ഓപ്ഷൻ റൈറ്റേഴ്സ്. പുട്ട് ഓപ്ഷൻ റൈറ്റേഴ്സ് ചെറുതായിട്ടൊന്ന് എക്സിറ്റ് ചെയ്ത് മാറുന്നുണ്ട്. അപ്പോൾ ഇതോടെ മാർക്കറ്റിലെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് 26,200 ലെവൽ. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു മാർക്കർ വന്നിട്ടുണ്ട്, റെഡ് മാർക്കർ വന്നിട്ടുണ്ട്. അപ്പോൾ റെഡ് മാർക്കർ വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു സെൽ പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ OR ലെവൽ ഇപ്പോൾ ബ്രേക്കൗട്ട് ചെയ്യും. അപ്പോൾ OR ലെവൽ കൂടി ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സെൽ പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സിംഗിൾ സ്ട്രൈക്ക് എടുത്ത് നോക്കാം. 26,150 അറ്റ് ദ മണി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ ക്യാൻഡിൽ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞ പോലെ ഗ്രീൻ ക്യാൻഡിൽസ് വരാണെങ്കിൽ ഇപ്പോൾ പുട്ട് ഓപ്ഷൻ റൈറ്റേഴ്സ് അവരുടെ പൊസിഷൻ ഇൻക്രീസ് ചെയ്യാണ്. റെഡ് ക്യാൻഡിൽ വരാണെങ്കിൽ അവർ എക്സിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പുട്ട് ഓപ്ഷൻസ് റൈറ്റേഴ്സ് അവരുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഉണ്ടോ? അതുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിലും ഒക്കെ റെഡാണ്, ഉണ്ടോ? ട്രെൻഡ് ലൈനും റെഡാണ്, ഫ്യൂച്ചർ ബൈസെൽ റെഡാണ്. അപ്പോൾ എല്ലാ സിഗ്നലും ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ്, കേട്ടോ. ട്രെൻഡ് ലൈൻ അടക്കം കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ്. അപ്പോൾ OR ലെവൽ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും ഡൗൺ സൈഡ് തന്നെയാണ് കാണിക്കുന്നത്. പുട്ട് ഓപ്ഷൻ റൈറ്റേഴ്സ് എക്സിറ്റ് ചെയ്ത് മാറുന്നുണ്ട്. ഇനി നമുക്ക് കോൾ ഓപ്ഷൻ്റെ നോക്കാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കോൾ ഓപ്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കോൾ ഓപ്ഷൻ റൈറ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിങ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ കോൾ റൈറ്റേഴ്സ് ആണ് കൂടുതലായിട്ട് പൊസിഷൻസ് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഡൗണിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പുട്ട് ഓപ്ഷനുകൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, അവർ എക്സിറ്റ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ആണെന്ന്. കണ്ടോ, ഇപ്പോൾ OR ലെവൽ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് ഓപ്ഷൻ റേറ്റ് ഉള്ളത് 26,000-ലാണ്. അപ്പോൾ 26,000 ഇപ്പോൾ മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായി നിൽക്കുന്നത്. ഇത് സ്ട്രോങ് സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മൾ പുട്ട് ഓപ്ഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത്, സെലക്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും പുട്ട് ഓപ്ഷൻ റൈറ്റേഴ്സ് എല്ലാം എക്സിറ്റ് ചെയ്ത് മാറാണ്. അവർ സെല്ല് ചെയ്ത പൊസിഷനൊക്കെ എക്സിറ്റ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറുന്ന അർത്ഥം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ്. നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്, കണ്ടോ. നല്ല രീതിയിലുണ്ട്, ട്രെൻഡ് ലൈനിലൊക്കെ നല്ല രീതിയിൽ ഡൗൺ സൈഡാണ്. ഇത് നമുക്ക് കോൾ റൈറ്റേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിൽ വരാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൾ റൈറ്റേഴ്സ്. അപ്പോൾ 26,150 പുട്ട് ഓപ്ഷൻ്റെ റേറ്റാണ് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്, കേട്ടോ. ഇപ്പോൾ ഞാൻ പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ കൊടുത്തിരുന്ന ലെവൽസ് ആയിരുന്നു കാലത്ത്. ജസ്റ്റ് ഒന്ന് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പോൾ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട് 26,150 പുട്ട് ഓപ്ഷൻ. ട്രെൻഡ് ലൈൻ കണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് താഴേക്കാണ്, 9:24 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് താഴേക്കാണ്. അപ്പോൾ ഇത് വോളിയം ബേസ് ചെയ്ത് മാത്രമുള്ള ട്രെൻഡ് ലൈനാണ്, പ്രൈസ് ബേസ് ചെയ്തിട്ടല്ല. നമുക്ക് സ്ട്രൈക്ക് വൈസ് നോക്കാം. 26,150 കണ്ടോ, ഇവിടെ നിന്നാണ് സെല്ലിങ്. 9:24 മുതൽ പുട്ട് ഓപ്ഷൻസ് എക്സിറ്റ് ചെയ്ത് മാറി, പുട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് എക്സിറ്റ് ചെയ്ത് മാറി, കണ്ടോ നല്ല രീതിയിൽ അവർ എക്സിറ്റ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കോൾ ഓപ്ഷൻ്റെ നോക്കുകയാണെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ കണ്ടിന്യൂസ് സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 26,100 അറ്റ് ദ മണി നിൽക്കുന്നത്, കണ്ടോ അവിടെയും കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ്. ഈ പുട്ട് ഓപ്ഷൻ കാണുകയാണെങ്കിൽ കണ്ടോ ഒരു എക്സിറ്റ് ചെയ്ത് മാറുന്ന കാണാൻ സാധിക്കും, കണ്ടോ. ഇപ്പോൾ നല്ല രീതിയിൽ കണ്ടോ ഇവിടെ സെൽ മാർക്കർ വന്നു, അതിനുശേഷം നല്ല രീതിയിൽ താഴേക്ക് വരാണ്, കണ്ടോ. നമുക്ക് എല്ലാം കൂടിയും എല്ലാ ഇൻഡിക്കേറ്ററും കമ്പൈൻ ചെയ്തിട്ട് നമുക്കറിയാൻ സാധിക്കും മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ആണെന്ന്. അപ്പോൾ ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ചാർട്ടാണ്. അപ്പോൾ എനിക്ക് മോർണിംഗിൽ കുറച്ച് സമയം മാത്രമാണ് മാർക്കറ്റിന് മുന്നിൽ ഇരിക്കാൻ സാധിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് അതിന് ശേഷമുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കാലത്ത് പറഞ്ഞ പോലെ 26,200 സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെയായിരുന്നു. അതുപോലെ 26,000 സപ്പോർട്ട്. ആ സമയത്ത് ആ ഒരു സപ്പോർട്ട് ഇവിടെ നല്ല രീതിയിൽ ബ്രേക്കൗട്ട് ചെയ്തു. പിന്നെ മാർക്കറ്റ് താഴേക്ക് വരുന്നത് കണ്ടു. ഇനി നമുക്ക് ജസ്റ്റ് 915 ട്രേഡ് നോക്കാം. അപ്പോൾ ഇവിടെ നിലവിൽ ഇപ്പോൾ 25,900 ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റേഴ്സ് ഉള്ള ആ ഒരു ഏരിയ നമുക്കിപ്പോൾ സ്ട്രോങ് സപ്പോർട്ടായിരിക്കും, കേട്ടോ. എക്സാക്റ്റ് 25,900 ടച്ച് ചെയ്ത് മാർക്കറ്റ് കുറച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഓപ്ഷൻ ചെയിനിൽ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ആ ഒരു സ്ട്രൈക്കായിരുന്നു നമ്മൾ സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയി കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെല്ലർ വോളിയാണ് കൺസിഡർ ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ സെല്ലർ വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ബയർ വോളിയം സെല്ലർ വോളിയം ആയിട്ട് കിട്ടുന്നില്ല. പക്ഷേ ഇവർക്ക് ആ ഒരു സെല്ലർ വോളിയം മാത്രമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ആ സെല്ലർ വോളിയം വെച്ചിട്ട് മാത്രമാണ് ഈ ഒരു കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് അറിയാൻ സാധിക്കും ഏത് സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് 25,900 ഇപ്പോൾ പുട്ട് ഓപ്ഷൻ റൈറ്റേഴ്സ് കൂടുതൽ നിൽക്കുന്നത്, അതായത് പുട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ടു, 25,900 സ്ട്രോങ് സപ്പോർട്ടായി നിൽക്കുന്നത്. ഇത് നമുക്ക് വരാണെങ്കിൽ മാർക്കറ്റിൽ വരാണെങ്കിൽ ഇൻഡെക്സ് ട്രെൻഡ് ലൈൻ നമ്മൾ കണ്ടു 9.24 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അത് ഡൗൺ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഡൗൺ സൈഡിലേക്ക് ആ ട്രെൻഡ് ലൈൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഫ്യൂച്ചർ ബൈസിൽ നോക്കുകയാണെങ്കിലും അവിടെയും റെഡാണ് കാണിക്കുന്നത്. അത് 0ന് താഴെ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ, 0ന് താഴെ വരുമ്പോൾ നല്ല സെല്ലിംഗ് പ്രഷറാണ്. പിന്നെ ഇവിടെ നമുക്ക് സ്പോട്ട് ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിലും കണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോ മാർക്കർ റെഡ് മാർക്കർ വന്നിട്ടുണ്ട് കണ്ടോ, കണ്ടിന്യൂസ് സപ്പോർട്ട് ചെയ്താണ് കണ്ടോ. ഇവിടെ മാത്രമാണ് ബ്ലൂ മാർക്കർ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡറൊക്കെ ആണെങ്കിൽ അത് ബയറോ സെല്ലറൊക്കെ ആണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ട്രേഡിംഗ് സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നോർമലി നമ്മൾ സാധാരണയായിട്ട് ബ്ലാങ്ക് ആയിട്ട് ഓരോ ബ്രേക്കൗട്ടിൽ ബൈയും സെല്ലാണ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം ആ ഒരു സ്ട്രൈക്കിൽ എന്താണ് സംഭവിക്കുന്നത്. അതിനുശേഷം നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ട്രേഡിംഗ് സ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നോക്കി നമുക്ക് ബ്ലൈൻഡായിട്ട് ബൈയോ സെല്ല് ചെയ്യുന്നതല്ല, ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം ആ ഒരു സ്ട്രൈക്കിൽ എന്താണ് സംഭവിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ അഡ്ഡ മണിയിലുള്ള സ്ട്രൈക്കിലാണ് ഇവിടെ സ്ട്രൈക്ക് വൈസ് സെല്ലർ വോളിയം. അപ്പോൾ അഡ്ഡ മണിയിലുള്ള സ്ട്രൈക്കിൽ എന്താണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടാം. അപ്പോൾ നമ്മൾ നോക്കിയിരുന്ന സമയത്ത് 26,150 അഡ്ഡ മണി നിന്നിരുന്നത്. അപ്പം ജസ്റ്റ് അത് സെലക്ട് ചെയ്യുകയാണ്. അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഷോ ക്യാൻഡിൽസ് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ആദ്യം തന്നെ കോൾ ഓപ്ഷനിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. കണ്ടോ കോൾ ഓപ്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പൊസിഷൻസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കേട്ടോ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൊസിഷൻസ് ഇൻക്രീസ് ചെയ്യണം. അതായത് കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിൽ വരാണെങ്കിൽ കോൾ ഓപ്ഷൻ റൈറ്റേഴ്സ് ഒരു പൊസിഷൻ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്തതാണ്, അതായത് ഒരുപാട് സെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ റെഡ് ക്യാൻഡിൽ വരാണെങ്കിൽ അവർ എക്സിറ്റ് ചെയ്ത് മാറാണ്. കേട്ടോ ഇവിടെ ആൽഫ ആർക്കിന് താഴെ വരാണെങ്കിൽ കേട്ടോ റെഡ് ക്യാൻഡിൽ വരാണെങ്കിൽ അവർ കോൾ ഓപ്ഷൻ സെല്ലേഴ്സ് അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്യണം. കാരണം അവർ എക്സിറ്റ് ചെയ്ത് മാറുമ്പോൾ മാർക്കറ്റ് അപ്സൈഡ് കയറുന്നതാണ്. ഇത് നമുക്കിതിൽ തന്നെ പുട്ട് ഓപ്ഷനിൽ എന്താ സംഭവിച്ചു നോക്കാം. കണ്ടോ പുട്ട് ഓപ്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് 9.24 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുട്ട് ഓപ്ഷൻ റൈറ്റേഴ്സ് അവരുടെ പൊസിഷനെ എക്സിറ്റ് ചെയ്യുന്ന അർത്ഥം മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ്. ഓക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ അഡ്ഡ മണിയിലാണ് നോക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കേണ്ടത് ATM സ്ട്രൈക്ക് 25,950 അപ്പോൾ 25,950 ഇപ്പോൾ എന്താണ് നടക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പുട്ടിലും കണ്ടിന്യൂസ് ആയിട്ട് എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പൊസിഷൻസ് എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കോൾ ഓപ്ഷനിൽ നോക്കാം. കേട്ടോ കോൾ ഓപ്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ പൊസിഷൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. കേട്ടോ ക്ലോസിങ് ടൈമിലാണ് അവർ എക്സിറ്റ് ചെയ്ത് തുടങ്ങിയത്. ആ ഒരു എക്സിറ്റ് ചെയ്തതാണ് ഇവിടെ ചെറുതായിട്ട് അപ്പ് ട്രെൻഡ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ട്രൈക്കിൽ ജസ്റ്റ് അനലൈസ് നടത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ഒക്കെ ഉണ്ട്, ഫിൻ നിഫ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിഫ്റ്റിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് നോക്കിയത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്ലൈൻഡായിട്ട് ബൈയും സെല്ലും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. അതിന് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും. നിൽക്കുകയാണെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റാസ് ഇതേപോലെ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്ത് നോക്കാം ആ ഒരു സ്ട്രൈക്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഇതായത് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ ഡേറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ടൈം ഉണ്ട് കണ്ടോ, ഇവിടെ നമുക്ക് ടൈം സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ ഉള്ള അറ്റ് ദ മണി സെലക്ട് ചെയ്യാം. ആ ടൈമിലുള്ള അറ്റ് ദ മണി സെലക്ട് ചെയ്തിട്ട് ആ സമയത്തുള്ള ചാർട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ മാർക്കർ ആ സമയത്ത് എവിടെയായിരുന്നു, ആ സമയത്തുള്ള അറ്റ് ദ മണി എവിടെയായിരുന്നു, ആ സ്ട്രൈക്കിൽ എന്താണ് സംഭവിച്ചത്, ട്രെൻഡ് എങ്ങനെയാണ്, നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് EOD ഡാറ്റ ആയിരുന്നു അനലൈസ് ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലൈവായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ബയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, നമുക്ക് ജസ്റ്റ് ആ ഒരു സ്ട്രൈക്കിൽ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻസിൽ എന്താണ് നടക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ടെർമിനലിൽ നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള വോളിയാണ്, അതായത് നമുക്ക് ആ ഒരു സ്ട്രൈക്കിൽ ബയേഴ്സ് എത്ര സെല്ലേഴ്സ് എത്ര നമുക്കറിയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് കറക്റ്റ് സെല്ലർ ക്വാണ്ടിറ്റി അറിയുന്ന കാരണം കൊണ്ട് തന്നെ ആ ഒരു സ്ട്രൈക്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അത് ബയേഴ്സ് സെല്ലേഴ്സ് എപ്പോഴാണ് എക്സിറ്റ് ചെയ്യുന്നത്, അവരെപ്പോഴാണ് എൻ്റർ ചെയ്യുന്നത് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡാറ്റ അനലൈസ് ചെയ്യണമെന്ന് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ട്രയൽ വെർഷൻ എടുത്തിട്ട് മുമ്പത്തെ ഡാറ്റാസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഓരോ ടൈം വെച്ച് സെലക്ട് ചെയ്ത് നോക്കാം. ആ ഒരു ടൈമിൽ എന്തൊക്കെയാണ് ആ ഒരു സ്ട്രൈക്കിൽ നടന്നത്, അതിനുശേഷമുള്ള ആ ചാർട്ടിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നോക്കാം. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രീമിയം എടുക്കണമെന്നില്ല, ജസ്റ്റ് ഇത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ലൈവ് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.